ദിവസത്തെ ഫ്രീ ബേക്കിംഗ് ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ ക്ലാസ്സാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾസുകളും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളും എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഹലോ, നമ്മൾ കേക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് കേക്കിന് സ്പഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ട് കുറച്ച് ടിന്നുകൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വേണ്ട ടിന്നുകളാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ടിന്നുകൾ ഒരുപാട് മോഡലുകളുണ്ട്, അതുപോലെ അതിൻ്റെ അളവിന് വ്യത്യാസങ്ങളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് 4 ഇഞ്ചിൻ്റെ ടിന്നാണ്, ഇത് വന്നിട്ടുള്ളത് 5 ഇഞ്ചിൻ്റെ ടിന്നാണ്, ഇത് വന്നിട്ടുള്ളത് 5.5 ആണ്, ഇത് വന്നിട്ട് 7 ഇഞ്ചിൻ്റെ ടിന്നാണ്, ഇത് വന്നിട്ട് 7ൽ കുറച്ച് കൂടുതൽ, ഇത് വന്നിട്ട് ഒരു 9 ഇഞ്ചിൻ്റെ ടിന്നാണ്. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ ഇത്രയും ടിന്നുകളുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും ടിന്നുകളൊന്നും വേണ്ട. ഒരു ഹോം ബേക്കേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടിന്നുകളാണ്. പക്ഷെ നമ്മൾ ബേസിക് ബിഗിനേഴ്സ് പഠിക്കുമ്പോൾ അവർക്ക് 2 ടിന്നുകൾ മാത്രം അവരെ കയ്യിലേക്ക് എഴുതി വെച്ചാൽ മതി. ഒന്ന് വന്നിട്ടുള്ളത് ഈ 5 ഇഞ്ച് അല്ലെങ്കിൽ 5.5, ഇത് രണ്ടിലും നമ്മൾ ½ kg ചെയ്തെടുക്കും. പിന്നെ വന്നിട്ടുള്ളത് ഈ 7 ഇഞ്ച് 1 kg ചെയ്യണം. ഇത്രയും ടിന്നുകൾ മാത്രം മതി. ഇതുപോലെ തന്നെയാണ് സ്ക്വയർ ടൈപ്പിൽ ടിന്ന് വരുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ടുള്ളത് ഒരു 6 ഇഞ്ചിൻ്റെത്, ഇത് വന്നിട്ട് 7, അതുപോലെ തന്നെ ഇത് 8, ഇതുപോലെ 3 അളവിലുള്ള സ്ക്വയർ ടൈപ്പിലുള്ള ടിന്ന് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ വേറൊരു ടിന്നാണ്, ഇത് ബാർബി ഡോൾ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടിന്നാണ് കേട്ടോ. ഇത് ½ kgൻ്റെ, ഇത് 1 kgൻ്റെ, ഇത് 2 kg ചെയ്യുന്ന ടിന്നാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ടിന്ന് സൈസുകൾ ഇഞ്ചുകൾ മനസ്സിലാക്കുക എന്നുള്ളതും കൂടെ ഞാൻ കാണിക്കാം. ഇത് ½ kgൻ്റെ, ഇത് 1 kgൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ സൈസുകൾ ഇത് എത്ര kgൻ്റെന്ന് എങ്ങനെയാന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതുപോലുള്ള മെഷീൻ ടേപ്പുകൾ എടുത്തിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇതുപോലെ ടേപ്പ് എടുത്തിട്ട് ഇതിൻ്റെ അടിവശം നീളമാണ് പിടിക്കുക, റൗണ്ടല്ല, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അളന്നെടുക്കുക. അപ്പോൾ ഇത് വന്നിട്ട് 5 ആണ്. അപ്പോൾ ഇത് 5 ഇഞ്ചിൻ്റെ ടിന്നാണ്. അടിവശം വന്നിട്ട് 5ഉം ഇതിൻ്റെ നീളം വന്നിട്ടുള്ളത് 2.5 ഇഞ്ചാണ്. അപ്പോൾ ഇത് ½ kgൻ്റെ ടിന്നാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് സ്ക്വയർ മോൾഡും നോക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അളന്ന് നോക്കുന്നത് 7 ആണ്. 7 ആണ് ഇതിൻ്റെ അടിവശം വന്നിട്ടുള്ളത്. നീളം വന്നിട്ടുള്ളത് 2.5 ആണ് കേട്ടോ. ഇത് വന്നിട്ടുള്ളത് 1 kgൻ്റെ ടിന്നാണ്. ഇതും അതുപോലെ തന്നെയാണ്. ഇത് വലുത്, ഇത് വന്നിട്ട് 240 ആണ്. പിന്നെ വന്നിട്ടുള്ളത് 2/3 കപ്പ്, 3/4 കപ്പാണ്. പിന്നെ വന്നിട്ടുള്ളത് 1/4 കപ്പ്, ഇതിൽ 1/2 കപ്പും ഉണ്ട്. ഇത് വേറൊരു കപ്പാണ്, 1 കപ്പ്, 1/2 കപ്പ്, 1/3 കപ്പ്, 1/4 കപ്പ്. ഇതുപോലുള്ള കപ്പുകൾ വരും. ഈ കപ്പിലാണ് നമ്മൾ മൈദ, പഞ്ചസാര, ഓയിൽ അതുപോലെ സംഭവങ്ങൾ അളന്നെടുക്കുന്നത് കേട്ടോ. അടുത്തത് ടീസ്പൂണുകൾ. അതുപോലെ തന്നെ 3 ടൈപ്പ് ടീസ്പൂണുകളും ടേബിൾ സ്പൂണും ഉണ്ട്. ഇത് വന്നിട്ട് ബ്ലാക്ക് കളർ. ഇതിൽ ഇങ്ങനെ അടിയിലും മുകളിലും ഇങ്ങനെ റൗണ്ട് വരുന്നുണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പാണ്. ഇത് വന്നിട്ട് ഏറ്റവും വലുതാണ്, 1 ടേബിൾ സ്പൂണ്. ഇത് വന്നിട്ട് 1 ടീസ്പൂണ്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് ½ ടീസ്പൂണ്, 1/2 ടീസ്പൂണ്, അതുപോലെ 1/4 ടീസ്പൂണ്. ഇതിലൊക്കെ അതിൻ്റെ അളവുകൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ, ½ ടീസ്പൂണെന്ന് കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇതിലെടുക്കുമ്പോൾ ഇതിൽ മുകൾ വട്ടത്തിൽ വരുന്നവരെയാണ് എടുക്കുന്നത്. അടുത്തത് വേറൊന്നാണ്, അതുപോലെ തന്നെ ഇതൊരു നീളത്തിൽ വരുന്ന ടൈപ്പാണ് കേട്ടോ. ഇത് 1 ടേബിൾ സ്പൂണ്, ഇത് 1 ടീസ്പൂണ്, ഇത് 1/2 ടീസ്പൂണ്, 1/4 ടീസ്പൂണ്, ഇങ്ങനെയാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൽ വന്നിട്ട് 1/8 ടീസ്പൂണാണ്, 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ്. ഇത് വന്നിട്ട് 1/2 ടീസ്പൂണ്, ഇത് 1/2 ടേബിൾ സ്പൂണാണ്. പിന്നെ വന്നിട്ട് 1 ടേബിൾ സ്പൂണ്, ഇതും 1/2 ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂണ്, ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ കേക്കിൻ്റെ ബാറ്ററുകൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബൗളുകൾ തന്നെ മേടിക്കുക കേട്ടോ. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതൊന്നും യൂസ് ചെയ്യരുത്. കാരണം അതിൽ നമ്മൾ പല കറികൾ അങ്ങനത്തെ ഒക്കെ എടുക്കുന്നത് കൊണ്ട് നമ്മൾ കേക്കിൽ അതിന് എന്തെങ്കിലും ഒരു സ്മെല്ലോ കളർ എന്തെങ്കിലുമൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് തന്നെ മേടിക്കുക. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മിക്സിങ് ബൗളുകൾ കേട്ടോ. ഇത് സെപ്പറേറ്റ് കേക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് സെറാമിക്കിൻ്റെ നല്ലൊരു പോട്ടാണ്. നമ്മൾ ബീറ്റുകൾ യൂസ് ചെയ്താലും അതിൻ്റെ സ്ക്രാച്ചൊന്നും ഇതിൽ വരില്ല കേട്ടോ. ഇത് വലുത്, അതിൻ്റെ ചെറുത്, അതിൻ്റെ ചെറുത്. ഇതിന് ഇതുപോലെ തന്നെ മൂടിയുണ്ട് കേട്ടോ, അടപ്പുകൾ വരുന്നുണ്ട്.
പിന്നെ അതുപോലെ നമ്മൾ ഈ പൊടികളൊക്കെ തരിച്ച് സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അതാണ് അരിപ്പ കേട്ടോ. ഇതാണ് ബീറ്റർ, ഇലക്ട്രിക്കിൻ്റെ ബീറ്റർ കേട്ടോ. ഈ ബീറ്ററിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ സ്പീഡുകൾ നമുക്ക് കൂട്ടാനും കുറക്കാനുള്ളതാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ബ്ലൈഡ്, 2 ബ്ലൈഡ് വന്നിട്ടുള്ളത്. ഈ ബ്ലൈഡ് ഇതുപോലെ ഈ ക്ലിപ്പ് ഉണ്ടല്ലോ, ഈ ക്ലിപ്പ് ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ കുടുക്കി കൊടുക്കുക. ഇങ്ങനെയാണ് ബീറ്റർ യൂസ് ചെയ്യുക കേട്ടോ. ഇത് നമ്മൾ പ്ലേറ്റിൽ കുത്തിയിട്ട് ഫസ്റ്റ്, സെക്കൻഡ് അറിയുമ്പോൾ ഫസ്റ്റ് സ്പീഡിലാകുമ്പോൾ ഫസ്റ്റിൽ, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ